ടിനി ടോമിനെതിരായ നടി അൻസിബയുടെ പരാതിയിലെ എഫ്ഐആർ വിവരങ്ങൾ പുറത്ത്. ടിനി ടോമിനെതിരെ ചുമത്തിയത് 6 വകുപ്പുകൾ. മതം പറഞ്ഞ് അധിക്ഷേപിക്കുക, സ്ത്രീകൾക്ക് നേരെയുള്ള വാക്കാലുള്ള അധിക്ഷേപം, ലൈംഗിക പരാമർശങ്ങൾ എന്നിവയ്ക്കെതിരായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അൻസിബയെ ജിഹാദിയെന്നും മത തീവ്രവാദിയെന്നും വിളിച്ച് അധിക്ഷേപിച്ചെന്നും എഫ്ഐആറിലുണ്ട്. നവമി ദിനേശ് ചേരുന്ന വിവരങ്ങളുമായി. നവമി, ഇതിന് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണോ ഇത്? അതല്ലെങ്കിൽ ഒരുപക്ഷെ ടിനി ടോമിനെതിരെ തിടുക്കത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുമോ? ടിനി ടോമിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടോ? ടിനി എവിടെയാണെന്ന് എന്തെങ്കിലും സൂചനകളുണ്ടോ? ടോം കോടതി വരെ ഇടപെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ടിനി ടോമിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ പോലീസ് കടന്നേക്കും. ഇപ്പോൾ എന്തായാലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. എഫ്ഐആറിൽ 6 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതിൽ മതം പറഞ്ഞ് അധിക്ഷേപിക്കുക, സ്ത്രീകൾക്ക് നേരെ വാക്കാലുള്ള അധിക്ഷേപം, ലൈംഗിക പരാമർശങ്ങൾ എന്നീ വകുപ്പുകളാണുള്ളത്. ഒപ്പം അൻസിബയെ ജിഹാദി എന്നും മത തീവ്രവാദി എന്നും വിളിച്ച അധിക്ഷേപിച്ചു എന്നുകൂടി എഫ്ഐആറിൽ പറയുന്നുണ്ട്. എന്നാലും ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ഉള്ളതിനാൽ ചിലപ്പോൾ ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് കോടതി തന്നെ ഇത് കേസ് എടുക്കണമെന്ന നേരിട്ട് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമായിരുന്നു. നേരത്തെ പാലാരിവട്ടം കടവന്ത്ര പോലീസ് ഈ കേസിൽ ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കാൻ കഴിയില്ല എന്നാണ്. പക്ഷേ കോടതി പറയുന്നത് കൃത്യമായിട്ടുള്ള സാക്ഷിമൊഴികൾ ഉണ്ടല്ലോ, നീനാക്കുറുപ്പിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിരുന്നു. സാക്ഷിമൊഴികൾ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് കേസെടുക്കാൻ വൈകുന്നതെന്ന് കോടതിയിൽ ചോദിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ടിനി ടോം കൊച്ചിയിലാണുള്ളത്. ഇനി കോടതി അടക്കം മുൻകൂർ ജാമ്യം തേടി സമീപിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ടിനി ടോമിനെയും അതോടൊപ്പം തന്നെ നീനാക്കുറുപ്പിന്റെ മൊഴി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം എന്താണ്? ഇനി അറസ്റ്റിനപ്പുറം മറ്റ് നടപടികളൊന്നുമില്ലല്ലോ. കാരണം കോടതി തന്നെ നേരിട്ട് ഇടപെട്ട കേസാണ്. ഇനി ഈ കേസിൽ നിന്നും അത്ര വേഗം രക്ഷപ്പെടുക ടിനി ടോമിന് എളുപ്പമുള്ള കാര്യമല്ല. ഒരുപക്ഷെ അറസ്റ്റ് ഒഴിവാക്കാൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ടിനി കോടതിയെ സമീപിച്ചിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? നിലവിൽ ടിനി ടോം കോടതിയെ സമീപിച്ചിട്ടില്ല. പക്ഷെ മുൻകൂർ ജാമ്യം തേടി സമീപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം എഫ്ഐആർ അടക്കം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ടിനി കോടതിയെ സമീപിക്കും, മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കും. എന്നാലും നിലവിൽ പോലീസ് ഉടനെ ടിനി ടോമിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്നതിൽ വ്യക്തത പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നീനാക്കുറുപ്പിന്റെ മൊഴി ഉടനെ തന്നെ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തും. അതിനുശേഷം തുടർ നടപടി എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ടിനി ടോമിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ കടന്നേക്കും. വകുപ്പുകളൊക്കെ ആ രീതിയിലാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനു മുൻപേ ചിലപ്പോൾ ഇനി മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കുകയാണെങ്കിൽ. മറ്റൊരു കാര്യം, ഈ അൻസിബ മൂന്നാമതൊരു പരാതി കൂടി നൽകിയിരുന്നല്ലോ. ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയ ആ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിട്ടുണ്ടോ? പോലീസിന്റെ റിപ്പോർട്ട്, പോലീസിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? കേസോ മറ്റോ നടപടികളോ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ അൻസിബയുടെ മൂന്നാമത്തെ പരാതി? ടോം, നിലവിൽ പോലീസ് അതിൽ നടപടി എടുക്കാത്തതിനെ തുടർന്ന് ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയക്കെതിരെയും കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അൻസിബ. കോടതി ഇതിൽ അന്വേഷണ സംഘത്തിനോട്, പാലാരിവട്ടം പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതെന്താണ്, ഇതിൽ കേസെടുക്കാൻ വൈകുന്നത് എന്താണ് ഈ കുട്ടിയുടെ പരാതിയുടെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുവാനായി കോടതി പോലീസിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ശ്വേതാ മേനോന്റെ ഗൂഢാലോചനയിലടക്കം വിശദമായിട്ടുള്ളൊരു അന്വേഷണം വേണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇതിലൊരു പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനായിരിക്കും പാലാരിവട്ടം പോലീസ് തീരുമാനിച്ചിരിക്കുക. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ടിനി ടോമിനെതിരായിട്ടുള്ള നടപടി പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. എഫ്ഐആർ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് രജിസ്റ്റർ ചെയ്തത്. അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 6 വകുപ്പുകളാണ് ടിനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റും മറ്റു നടപടികളും ഉടൻ ഉണ്ടാകും. ആ നടപടിയിലേക്ക് പോലീസ് നീങ്ങുമെന്നാണ് സൂചന. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.